അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി ആയിരുന്നു. പക്ഷെ ഞാൻ മീൻകറി ഉള്ള കാരണം മീൻചാറ് കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. ഹൃദയപൂർവ്വം മൂവിയാണ് കണ്ടത്. നല്ല ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഫോറം മാളിലേക്ക് വിട്ടു. കാരണം കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങാണ്ടായിരുന്നു. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജസ്റ്റ് ഫൺ ആക്ടിവിറ്റീസ്, അവിടെ ഗെയിമും ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഡ്രസ്സ് നോക്കി, പിന്നെ ചെരുപ്പ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി കയറി. കാരണം എൻ്റെ മുഖത്ത് നിറച്ച് കുരുക്കളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ കാർത്തിയാനിയിലാണ് പോയത്. അവിടുത്തെ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പറ്റിയൊരു അടിപൊളി സ്പോട്ടായിട്ട് ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ മീൽസ്. പിന്നെ അതേപോലെ മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ആണെങ്കിലും എല്ലാം. അപ്പോൾ ഇതേ നമുക്ക് കറികളായിട്ട് കപ്പയുണ്ട്, പിന്നെ കോവയ്ക്ക പയറും തോരനുണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, മീൻചാറുണ്ടായിരുന്നു, പപ്പടം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞത് ആവോലി തവ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ മസാലയ്ക്കാണ് നല്ല ടേസ്റ്റ്. മസാല അടിപൊളിയായിരുന്നു. മസാല കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ക്രൗഡ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടേബിൾ ഷെയർ ചെയ്താണ് ഇരുന്നത്. അപ്പോൾ അപ്പുറത്ത് അവർ നമ്മൾക്ക് ടൈഗർ പ്രോൺസ് ഓർഡർ ചെയ്തു. അത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പോയായിരുന്നു. പക്ഷേ ആ ടൈഗർ പ്രോൺസ് എന്തോ ഒരു തേങ്ങയൊക്കെ ഇട്ട് എന്തോ സംഭവമായിരുന്നു, അതില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടൈഗർ പ്രോൺസിൻ്റെ തന്നെ കാന്താരി ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്തു. അതും ഒരു രക്ഷയിൽ ഈ പറഞ്ഞ പോലെ മസാലയ്ക്കാണ് ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിഴുങ്ങിയ പോലെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മോന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിളിക്കും. കാരണം അത്രയ്ക്ക് ടയേർഡായി, കഴിച്ച് ക്ഷീണിതയായി എന്ന് പറയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പോയി.